പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം തരം കേരള പാഠാവലിയിലെ വിത്തും വിത്തവും എന്ന 5ാം യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. വിത്ത് എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്താണ് വിത്തം? വിത്തം എന്ന വാക്കിന് അറിവ്, ജ്ഞാനം, സമ്പത്ത്, ധനം, ഐശ്വര്യം എന്നെല്ലാം അർത്ഥങ്ങളുണ്ട്. കൃഷിയുമായും കാർഷിക സംസ്കാരവുമായും ബന്ധപ്പെട്ട പാഠങ്ങളാണ് ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത്. കുട്ടികളെ, പ്രവേശകം ഒന്ന് നോക്കൂ. ആധുനിക കാലത്തെ കവികളിൽ പ്രമുഖനായിരുന്ന കവി എ അയ്യപ്പൻ രചിച്ചതാണ് വിത്ത് എന്ന ഈ കൊച്ചു കവിത. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് കവിയെ പരിചയപ്പെടാം. എ അയ്യപ്പൻ 1949 ഒക്ടോബർ 27 തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ് ജനിച്ചത്. ഇദ്ദേഹത്തിന് 1 വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. 15 വയസ്സുള്ളപ്പോൾ അമ്മയെയും നഷ്ടപ്പെട്ടു. തുടർന്ന് ഇദ്ദേഹം മൂത്ത സഹോദരിയുടെ തണലിലാണ് വളർന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞ് അക്ഷരം മാസികയുടെ പ്രസാധകനും പത്രാധിപരുമായി. പ്രവാസികളുടെ ഗീതം, വെയിൽ തിന്നുന്ന പക്ഷി, ചിറകുകൾ കൊണ്ടൊരു കൂട്, ബുദ്ധനും ആട്ടിൻകുട്ടിയും, ബലിക്കുറിപ്പുകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. കനകശ്രീ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ പുരസ്കാരം, SBT അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, ആശാൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2010 ഒക്ടോബർ 21 ആശാൻ പുരസ്കാരം സ്വീകരിക്കാനുള്ള യാത്രയിൽ ഹൃദയാഘാതം മൂലം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ബാല്യം മുതൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ജീവിച്ചു വന്ന ഇദ്ദേഹത്തിൻ്റെ കവിതകളിലും ആ അനുഭവങ്ങളുടെ ചൂരും ചൂടും നമ്മൾക്ക് അനുഭവിക്കാനാകും. വരൂ കുട്ടികളെ, നമ്മൾക്ക് കവിത വായിക്കാം. വിത്ത്. മണ്ണ് ചോദിച്ചു മരത്തിനോട്, മരമേ മരമേ, ഒരു വിത്തുതാ. എല്ലാ വിത്തും മണ്ണിനു നൽകി, മരത്തിനൊരുപാട് മക്കളുണ്ടായി. ഇവിടെ മണ്ണ് മരത്തിനോട് ഒരു വിത്തേ ആവശ്യപ്പെട്ടുള്ളൂ. എന്നാൽ മരമോ മുഴുവൻ വിത്തുകളും മണ്ണിന് നൽകി. മരത്തിൻ്റെ ഉദാരത എന്ന ഗുണമാണിവിടെ പ്രകടമാകുന്നത്. ഒന്നും പ്രതീക്ഷിച്ചല്ല മരം ഇങ്ങനെ ചെയ്തത്. എന്നാലോ മരത്തിനൊരുപാട് മക്കളുമുണ്ടായി. കുട്ടികളെ, മണ്ണ്, മരം, വിത്ത് ഇവയിലൂടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? പ്രകൃതി യഥാർത്ഥത്തിൽ ഒരു പാഠശാലയാണ്. സ്വന്തം സുഖങ്ങൾക്കും സ്വന്തം നിലനിൽപ്പിനും സ്വന്തം കാര്യങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്ന സ്വാർത്ഥരായ നമ്മൾ മനുഷ്യർ പ്രകൃതിയിൽ നിന്നും നിസ്വാർത്ഥതയുടെയും ഉദാരതയുടെയും പ്രതിഫലേച്ഛ കൂടാതെയുള്ള പ്രവൃത്തികളുടെയും നന്മയുടെയും വിത്തുകളാണ് സ്വാംശീകരിക്കേണ്ടത്. മനുഷ്യന്റെ ചരിത്രത്തിലാണ് യുദ്ധവും കോലാഹലവും കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രകൃതിയിൽ പാരസ്പര്യവും വളർച്ചയുമാണ് കാണുവാൻ സാധിക്കുക. കുട്ടികളെ, ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ മണ്ണിനടിയിലൂടെ കെട്ടിപ്പിടിക്കുന്ന വേരുകളെയും കാണാം, അല്ലേ? ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്നു പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ എന്ന കവി വീരാൻകുട്ടിയുടെ വരികളാണ് ഓർമ്മയിൽ വരുന്നത്. ഇവിടെ ഒരു ചോദ്യവും തന്നിട്ടുണ്ട്. നോക്കൂ, എല്ലാ വിത്തും മരം മണ്ണിന് നൽകിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത്? ചർച്ച ചെയ്യൂ. മണ്ണ് മരത്തിന് ഒരുപാട് മക്കളെ നൽകി, അല്ലേ? ഇങ്ങനെ നിസ്വാർത്ഥമായ കൊടുക്കൽ വാങ്ങലുകളാണ് ജീവിതത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള നന്മയുടെ വിത്ത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സ്വാംശീകരിക്കേണ്ടത്. എങ്കിൽ ഈ ലോകം മനോഹരമാകും. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.